അടുക്കളയിൽ പണികളെല്ലാം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുട്ടാസൂടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഉഴുന്നുവടയ്ക്ക് പകരം ഈ ബോള് പോലെ ഇടുന്നതാണ് നമ്മുടെ ഭാഷയിൽ പറയുന്നത് ഉടുത അമ്പാടോ. പിന്നെ അമ്മ തേങ്ങ അരിയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പല്ലട സെറമണിക്ക് വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടാണ് തേങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അരിമാവും നമ്മുടെ പഴവും കൂടി കുഴച്ചിട്ട് ഇത് ഇങ്ങനെ വറുത്തെടുക്കും. അതായത് 2-3 അടി പോലെയും പിന്നെ എല്ലാം ഉണ്ട പോലെ അത് അവൻ കടിക്കണം. അതാണ് സെറമണി. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എടുത്ത് കാണുമായിരിക്കും, ആരുടെയെങ്കിലും ഒക്കെ കൈ കാണും, പക്ഷെ എൻ്റെ കൈ കിട്ടിയിട്ടില്ല. പിന്നെ എനിക്കത് ചോദിക്കാനുള്ള ഇപ്പം ആ സമയമില്ല. കാരണം എൻ്റെ ചേച്ചി എൻ്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇട്. എനിക്ക് സമയം ഇല്ല, ഒട്ടും ഇല്ല. കാരണം പട്ടിക്കൊരു വേലയില്ല, ഇരുന്നുമുള്ള നേരമില്ല ഒരു അവസ്ഥയാണ് എൻ്റെ. കാരണം കുട്ടാസ് എഴുന്നേറ്റ് അതിനെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കില്ല. അപ്പോൾ ഇപ്പം അവൻ എന്തോ മിണ്ടാതിരിക്കുന്നതുകൊണ്ട് എളുപ്പം തന്നെ എഡിറ്റ് ചെയ്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുവാണ്. അപ്പോൾ കേക്ക് മുറിയെല്ലാം കഴിഞ്ഞു. ഈ കേക്ക് മേടിച്ചിരിക്കുന്നത് നമ്മുടെ കേക്ക് ലവേഴ്സ് എന്ന് പറഞ്ഞ നമ്മുടെ ആലപ്പുഴ പിച്ചോർ ജംഗ്ഷൻ്റെ അവിടെ, പിച്ചോറാണോ, വാട്ടർ അതോറിറ്റിയുടെ അവിടെ ഉള്ളൊരു കേക്ക് ലവേഴ്സ് എന്ന് പറഞ്ഞ ബേക്കറിയാണ്. അടിപൊളി സൂപ്പർ കേക്കായിരുന്നു. അവർ അടിപൊളിയായിട്ട് തന്നെ ടേസ്റ്റും നല്ല മധുരമൊന്നുമില്ല, മത്തടിക്കുന്ന മധുരമൊന്നുമില്ല, കറക്റ്റായിരുന്നു മധുരം. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ ആ കേക്ക് ഇഷ്ടപ്പെട്ടു. സോ അതേ മന്നുവിനും കൊടുത്തു, ആര്യനും കൊടുത്തു. അവൻ ഇച്ചിരിയേ കഴിച്ചുള്ളൂ. കാരണം കുട്ടാസ് പൊതുവേ മധുരം ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അവന് എരിവ് എന്തും കൊടുത്തോ അവൻ എന്തും കഴിക്കും. അപ്പോൾ വിളിച്ച എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്ന് പറയാൻ മിതമായ ആ ഒരു ഫങ്ഷനായിരുന്നു. കാരണം എൻ്റെ ഫ്രണ്ട്സും ആരുടെ ഫ്രണ്ട്സും പിന്നെ കുറച്ച് റിലേറ്റീവ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലുതായിട്ടൊന്നും ഞങ്ങൾ ചെയ്തില്ല. കാരണം അതിനുള്ള ഒരു താല്പര്യവും അതൊന്നും ഇല്ലായിരുന്നു. ആരുടെ നിർബന്ധമായിരുന്നു എല്ലാവരെയും വിളിക്കണം, കേക്ക് മുറിക്കണം എന്നുള്ളത്. ഇല്ലെങ്കിൽ ഞങ്ങളതൊന്നും ചെയ്യില്ല. കാരണം അവന് ഈ ഫ്രണ്ട്സ് വരുന്നതും വീട്ടിൽ അവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവൻ്റെ ആ ഒരു നിർബന്ധത്തിലാണ് ഞങ്ങൾ ഈ ഒരു ഫംഗ്ഷൻ തന്നെ വെച്ചിരിക്കുന്നത്. കുട്ടാസ് വന്ന് പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര വാശിയായിരുന്നു. ഇല്ലെങ്കിലും പിള്ളേർക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, നമുക്കൊരു അത്യാവശ്യം വന്നാലും അവർക്ക് ഭയങ്കര വാശിയായിരിക്കും. അതെല്ലാം പോട്ടെ, ഇവിടെ കേക്ക് മുറിയുടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനാണ് കേക്കെല്ലാം മുറിച്ച്, അതായത് ഈക്വലായിട്ട് മുറിച്ച് കൊടുക്കുന്നത് തന്നെ. പിന്നെ എല്ലാവരും ഗിഫ്റ്റ് തന്നു. എല്ലാവർക്കും താങ്ക്സ്, വന്നതിനും താങ്ക്സ്, ഒത്തിരി താങ്ക്സ്. അന്ന് ആരോടും അങ്ങനെ ഒന്നും മിണ്ടാനും പറ്റിയിട്ടില്ല. കൂടുതലായിട്ട് ഇരുന്ന് മിണ്ടാൻ പറ്റിയിട്ടില്ല. കാരണം ഇങ്ങനെ വിളിച്ചവർ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പിന്നെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ചേട്ടൻ വന്നായിരുന്നു. അവർ ട്രിവാൻഡ്രത്തു നിന്നാണ് വന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് ചേർത്തല വലിയൊരു ഞങ്ങൾ വിളിച്ചപ്പോഴാണ് അവർ വൈകുന്നേരം ഇങ്ങോട്ടും വന്നു, ചേർത്തലയിൽ നിന്ന് ആലപ്പുഴയ്ക്കും വന്നു. അപ്പോൾ ഒത്തിരി സന്തോഷമാണ്. എല്ലാവർക്കും വലിയ താങ്ക്സ്.